മാഷ നമസ്കാരം. നമസ്കാരം. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഏകദേശം 4 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. ഈ 4 ഉപതെരഞ്ഞെടുപ്പുകളും വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇരു മുന്നണികളും മത്സര രംഗത്ത് അവരുടെ അണികളെ സജ്ജരാക്കി നിർത്തിയത്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഏകദേശം വളരെ നല്ല ഒരു മത്സരം തന്നെയാണ് അവിടെ മുന്നണികളെല്ലാം കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ അൻവറിനാകുന്ന രീതിയിൽ അൻവറിൻ്റെതായ രീതിയിൽ മത്സരരംഗത്ത് സജീവമായിട്ടുണ്ടായി. ഇപ്പോൾ അടുത്ത ദിവസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും. മാഷ് ഏത് രീതിയിലാണ് അത് നോക്കിക്കാണുന്നത്? അല്ല, നമ്മളിപ്പോൾ 5 ഉപതെരഞ്ഞെടുപ്പുകൾ മൊത്തമുണ്ട് എന്നുള്ള വിലയിരുത്തൽ വരുമ്പോൾ ആദ്യത്തെ 4 ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അഞ്ചാമത്തെ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അല്ല, ആദ്യത്തെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ അവിടെ നിലവിലുണ്ടായിരുന്നതായിട്ടുള്ള MLA-മാരുടെ മരണത്തിന് ശേഷം സംഭവിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഒരു സഹതാപ തരംഗം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. വൻ ഭൂരിപക്ഷത്തിന് തന്നെയാണ് UDF അവിടെ വിജയം നേടാനായിട്ട് കഴിഞ്ഞത്. അത് യഥാർത്ഥത്തിൽ LDF-നെതിരായിട്ടുള്ള ഒരു തരംഗമായിട്ട് പോലും മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പാലക്കാടും ചേലക്കരയും എന്ന് പറയുന്നത് 2 കൂട്ടരും സൃഷ്ടിച്ചാണ്. പാലക്കാട് സൃഷ്ടിച്ചത് ഷാഫി പറമ്പിലെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പോയ സമയത്ത് ഉണ്ടായതും, ചേലക്കരയിൽ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പോയ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത 2 സംഭവങ്ങളാണ്. അത് കാരണം ഒരു MLA തിരഞ്ഞെടുക്കുന്ന 5 വർഷത്തേക്ക് അത് അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു. പക്ഷേ ജനങ്ങൾ അവരുടെ ഒരു കോമൺ സെൻസ് പക്ഷേ കാര്യത്തിൽ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യില്ല അവർ. കാരണം ഇത് രാഷ്ട്രീയമാണ്. ആളുകളൊക്കെ ഓരോ ചേരിയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇത് ശരിയല്ല എന്ന് പറയുന്നതായിട്ടുള്ള കുറേ അധികം ആളുകൾ 2 ചേരിയിലും ഉണ്ടെങ്കിലും അവസാനം അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രചരണമൊക്കെ ഇങ്ങനെ മുറുകി കഴിയുന്ന സമയത്ത് മനുഷ്യ സഹജ സ്വഭാവമാണ് മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. അങ്ങനെ മത്സരത്തിൽ പങ്കാളികളായി തീരുകയും എല്ലാവരും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നമ്മളുടെ കോമൺ സെൻസ് ഭൂമിയിൽ നിന്ന് ഇവ തെറിച്ചു പോകും. എന്നിട്ട് നമ്മളുടെ ഈ വിശ്വാസത്തിലും അല്ലെങ്കിൽ ഓരോ പാർട്ടിയിൽക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ള പ്രവർത്തനത്തിലും അല്ലെങ്കിൽ ഹനുമാൻ കോംപ്ലക്സ് ബാധിച്ച് ആളുകളൊക്കെ എന്ത് ചെയ്യും, കൂട്ടമായിട്ട് പോയി വോട്ട് ചെയ്ത് അവർ ആരെങ്കിലുമൊക്കെ ജയിക്കുന്ന സ്ഥിതിയാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷെ പൊതുവെ നമ്മളിതിനെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു. UDF-ന് 3 സീറ്റ് UDF-ന് കിട്ടി, LDF-ൻ്റെ 1 സീറ്റ് LDF-ന് കിട്ടി. പക്ഷേ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് അത് സർക്കാർ വിരുദ്ധ വികാരം പ്രകടമാക്കുന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം LDF-ന് കിട്ടിയ വോട്ടിൽ കുറവ് സംഭവിച്ചു, പ്രത്യേകിച്ച് ചേലക്കരയിൽ മറ്റുള്ളതിനേക്കാൾ കൂടുതലായി. മറ്റുള്ളിടത്തൊക്കെ അങ്ങനെ വോട്ട് കുറഞ്ഞെന്നൊന്നും പറയാൻ പറ്റില്ല. ചേലക്കരയിൽ പക്ഷേ നന്നായിട്ട് വോട്ട് കുറഞ്ഞു LDF-ൻ്റെ. ബാക്കി 3 സ്ഥലങ്ങളിലും അങ്ങനെ വോട്ട് കുറഞ്ഞിട്ടില്ല, വോട്ട് കൂടുകയാണ് ചെയ്തത്. പക്ഷേ മറ്റവർക്ക് വളരെ കൂടുതലായിട്ട് ഭൂരിപക്ഷം ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂർ ഇതിനെല്ലാത്തിനെയും അടിച്ചുടച്ച് കളഞ്ഞ ഒരു നിയോജക മണ്ഡലമായി മാറുകയാണ്. ഇവിടെ ഒരിക്കലും വൻ ഭൂരിപക്ഷത്തിനെ UDF ജയിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. നമ്മൾ ആ മണ്ഡലത്തിൻ്റെ പൊതു സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ പൊതുവെ കരുതിയിരുന്നത് എന്നുവെച്ചാൽ ഈ വെല്ലുവിളി ഉയർത്തി അൻവർ ഇറങ്ങിയ അന്ന് ആളുകളുടെ പൊതുവ് മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിനെ UDF ജയിക്കും എന്നുള്ളതാണ്. കാരണം അൻവറിനെ നിർത്തി ചൂണ്ടയിട്ട് പിടിച്ചെടുത്ത ഒരു നിയമമണ്ഡലമാണത്. കാരണം LDF-നെങ്ങനെ അവരുടെ ബേസിക് വോട്ട് വെച്ചിട്ട് ഈ നിയമമണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അൻവർ ഫാക്ടറാണ് 2 തെരഞ്ഞെടുപ്പിലും 16-ലും അതിൽ 21-ലും LDF-നെ വിജയത്തിലെത്തിച്ച്. ആ അൻവർ അവിടെ നിന്ന് പിളർന്ന് മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ UDF-നൊപ്പം ചേർന്ന് UDF ആ സീറ്റ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ. അതാണ്. പക്ഷേ അതല്ല പിന്നീട് സംഭവിച്ചത്. പിന്നീട് അതിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിനെ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്നതിൽ UDF നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അങ്ങനെ മാറ്റം വന്നത്. പ്രധാന കാരണം VD സതീശൻ തന്നെയല്ലേ? അല്ല, അതിലിപ്പോൾ നമുക്കൊരു വ്യക്തിയുടെ കാരണങ്ങളൊന്നും ഒരാളുടെ ചുമലിൽ ഒരു ഷോൾഡറിൽ അത് ഏൽപ്പിക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല. കാരണം വെച്ചാൽ സുധാകരൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, അൻവർ വന്നോട്ടെ, ഒരു എതിർപ്പില്ലാത്ത രീതിയിൽ അൻവറിനെ കൂടെ കൂട്ടാന്നുള്ളത്. പക്ഷേ അപ്പോഴും വാതിലടച്ചത് സതീശനാണ് എന്നുള്ളതാണ് അവരുടെ അണികളുടെ ഇടയിൽ തന്നെയുള്ള ഒരു സംസാരം. അല്ല, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൻവറിനെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ UDF പരാജയത്തിൽ എത്തിച്ചേർന്നത്. കാരണം വെച്ചാൽ അൻവർ സംസാരിച്ച് അൻവർ അസംബന്ധം സംസാരിക്കാനായിട്ട് പോയി.
അൻവർ പറഞ്ഞു UDF സ്ഥാനാർത്ഥി ഞാൻ നിശ്ചയിക്കുന്ന ആളാണെന്നോ. അതിനെ അംഗീകരിക്കേണ്ട കാര്യം ഒരു പാർട്ടിക്കുമില്ല, ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റുകയില്ല. അതിലാണ് സതീശൻ അങ്ങനത്തെ ഒരു നിലപാട് പ്രഖ്യാപിച്ചത്. കാരണം എന്ന് വെച്ചാൽ UDF സ്ഥാനാർത്ഥി ആരും തീരുമാനിക്കുന്ന UDF ആണ്, അൻവർ അല്ല. അത് ശരിയുമാണ്. ആ സ്റ്റാൻഡ് അവിടെ ആ സ്റ്റാൻഡിലൊന്നുമല്ല തർക്കമുള്ളത്, ആ സ്റ്റാൻഡിലല്ല പ്രശ്നമുള്ളത്. അൻവർ അവിടെ നിന്ന് പിളർന്നു പോന്നാൽ ആ അൻവറിനെ എങ്ങനെയാണ് പിറക്കിക്കൂട്ടി UDF നിർത്തേണ്ടത്, അതിൽ യഥാർത്ഥത്തിൽ UDF നേതൃത്വം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ആ ഇലക്ഷൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയി. ഇലക്ഷൻ്റെ സ്വഭാവം മാറി എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നിരുന്നെങ്കിൽ LDF ഒരു സീറ്റ് UDF പിടിച്ചെടുത്തു എന്ന നിലക്ക് പുതിയ റിസൾട്ടിനെ എഴുതി ചേർക്കാനായിട്ട് കഴിയുമായിരുന്നു. അത് അതുവരെ ഉണ്ടായിരുന്ന ആ സ്റ്റാറ്റസ് കോ മെയിൻ്റനൻസ് അത് പൊളിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ ഉറപ്പില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ മാത്രം കൃത്യമായിട്ട് കിട്ടുന്നതായിട്ടുള്ള ഒരു റിസൾട്ടാണ്. നമ്മളതിനെക്കുറിച്ച് അതിലുണ്ടായ സംഭവവികാസങ്ങൾ ഇന്നതൊക്കെയാണെന്ന് വിശകലനം ചെയ്യാം എന്നല്ലാണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഫലം ഇന്നതാണ് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ ഇക്വേഷൻ അനുസരിച്ചിട്ട് ശരിയാണ്, അത് പൊളിഞ്ഞുപോയി, അതിൻ്റെ പേരിൽ UDF തോൽക്കാം എന്ന ഒരു നിലപാട് വേണമെങ്കിൽ നമുക്ക് എത്തിച്ചേരാം. പക്ഷേ അതിലുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണം, UDF വിജയിക്കണോ LDF വിജയിക്കണോ എന്ന് നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം അൻവർ പിടിക്കുന്ന വോട്ടുകളായി മാറിയെന്നുള്ളതാണ്. അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് ഒരിക്കലും മുൻകൂട്ടി നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അൻവർ എവിടെ നിന്ന് വോട്ട് പിടിക്കും? അൻവർ LDF നിന്ന ഒരാളാണ്. അപ്പോൾ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം നോക്കിയാൽ അൻവർ അങ്ങ് മാറുമ്പോൾ അൻവർ LDF വോട്ടല്ലേ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്ന എത്രയും ആളുകളുണ്ട്. അങ്ങനെ അൻവർ മാറിപ്പോകുമ്പോൾ അൻവർ UDF വോട്ട് LDF വോട്ട് മാത്രമാണ് കൊണ്ടുപോകുന്നത്. LDF കുറേ വോട്ട് കൊണ്ടുപോകും, ശരിയാണ്. അൻവറിൻ്റെ ബന്ധം എന്താണ്? അൻവറിൻ്റെ രാഷ്ട്രീയം എന്താണ്? അൻവർ ആരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, നിലമ്പൂരിലെ യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ കുറേ ആളുകൾ. ആ ആളുകൾ എന്ന് പറയുന്നത് LDF ആളുകളുണ്ട്, UDF ആളുകളുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരു അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളൊക്കെയാണ് അയാൾക്ക് വോട്ടായിട്ട് കിട്ടേണ്ടത്. അങ്ങനെ വോട്ടായിട്ട് കിട്ടുമ്പോൾ ശരി, LDF ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ വോട്ടുകൾ അയാൾ പിടിച്ചിട്ടുണ്ട്. UDF ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള കുറേ വോട്ടുകൾ. കാരണം ആ കുറേ വോട്ടുകളൊക്കെ ആയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, LDF ജയിപ്പിക്കുന്നത്. അങ്ങനെ കുറേ വോട്ടുകളോ. പിന്നെ ഉള്ള വോട്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സമുദായ ബന്ധവും അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധവും ഉപയോഗിച്ച് എത്രമാത്രം വോട്ട് അയാൾ പിടികൂടുമെന്നാണ്. ആ വോട്ട് എവിടെ നിന്നാണ് പോകും? ആ വോട്ട് കൂടുതലായിട്ട് പോകാൻ സാധ്യതയുള്ളത് UDF എന്നാണ് ഒരു പൊളിറ്റിക്കലായിട്ട് നമുക്ക് നിരീക്ഷണം നടത്താനായിട്ട്. അപ്പോൾ LDF ഭാഗത്ത് നിന്ന് എത്ര വോട്ട് പിടിക്കുന്നോ അത്ര വോട്ട് തന്നെയാണ് അയാൾ UDF ഭാഗത്ത് നിന്ന് പിടിക്കുന്നതെങ്കിൽ UDF ജയിക്കാം. പക്ഷേ കൂടുതൽ വോട്ട് UDF നിന്ന് അൻവർ പിടിച്ചുകൊണ്ട് പോയാൽ UDF തോൽക്കുമോ ജയിക്കുമോ എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്കുള്ള പ്രവചനമാണ് ഇരു മുന്നണികളും നടത്തിയിട്ടുള്ളത്. വലിയ അവകാശവാദങ്ങളൊന്നും രണ്ട് മുന്നണികളും നടത്തിയിട്ടില്ല. LDF പറയുന്നത് ഏതാണ്ട് 2000-ന് താഴെ വോട്ടിന് സ്വരാജ് ജയിച്ചേക്കാം എന്ന് പറയാം. UDF പറയുന്ന ഒരു 5000 വോട്ടിന് UDF ജയിച്ചേക്കാം എന്നാണ് പറയുന്നത്. LDF കണക്ക് തന്നെ അവതരിപ്പിക്കുന്നത് അവരുടെ ബൂത്തുകളെ കണക്കുകളെ ക്രോഡീകരിച്ച് നിയമമണ്ഡലം കണക്കായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് 80,231 വോട്ട് സ്വരാജ് നേടും എന്നുള്ളതാണ്. അത് പക്ഷേ നേടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ കുറവ് വോട്ട് നേടിയാലും ഒരു 75,000 വോട്ടിന് മുകളിൽ സ്വരാജ് നേടുകയാണെങ്കിൽ തന്നെ വേണമെങ്കിൽ സ്വരാജിന് ജയിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷനിൽ കൂടുതൽ വോട്ട് അൻവർ പിടിച്ചുകൊണ്ട് 15,000 വോട്ടെങ്കിലും അൻവർ പിടിക്കേണ്ടി വരില്ല. അത് എനിക്ക് തോന്നുന്നൊരു 13-15 വരെ വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നുമില്ല എങ്കിൽ, അതായത് LDF പറഞ്ഞ പോലെ 5120 വോട്ട് മാത്രമാണ് അൻവർ പിടിക്കൂടുന്നതെങ്കിൽ LDF തോൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വോട്ട് പിടിക്കുകയും ആ വോട്ട് UDF നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്താൽ മാത്രമാണ് LDF ജയിക്കാനോ അല്ലെങ്കിൽ നേരിയ വോട്ടിന് തോൽക്കാനോ ഉള്ള ഒരിടയുണ്ടാവുക.